ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഒരു ഫ്രഷ് ഗ്രാജുവേറ്റിന്, ഒരു ഫ്രഷ്മാന് എങ്ങനെ ഗ്രാജുവേഷന് ശേഷം ഒരു ഫസ്റ്റ് ജോബിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊരു പ്രാക്ടിക്കൽ ടിപ്പാണ് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു സ്റ്റുഡൻസ് ഗോയിങ് ടു UK ആസ് വെൽ ആസ് അതർ യൂറോപ്യൻ കൺട്രീസ്. സാധാരണ ഒരു സ്റ്റുഡൻറ്റിന് വിദേശത്ത് ജോലി കിട്ടാൻ ടഫാണെങ്കിൽ ഒരു ഫ്രഷറിന് 10x ടൈംസ് മോർ ടഫർ എന്ന് തന്നെ പറയണം. പൊതുവേ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് അവരുടെ മൈൻഡിലുള്ളത് ഇന്ത്യയിലുള്ള ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകളെ പറ്റിയുള്ള ഒരു ധാരണയായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 7th സെമസ്റ്ററിലോ, ഇനി 3 ഇയർ ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഒരു 5th സെമസ്റ്ററിലോ ക്യാമ്പസിലേക്ക് കമ്പനീസ് വരുന്നു, സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്നു. ആഹാ, ഇത്ര മനോഹരമായിട്ടുള്ള ആചാരം. ആ ഒരു ബ്യൂട്ടി വിദേശത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. വിദേശത്തുള്ള യൂണിവേഴ്സിറ്റീസ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഇൻഡസ്ട്രീസ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ക്യാമ്പസ് ഫെയർസ് നടത്തുക. ബട്ട് ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൺലി അപ്പോൺ സ്റ്റുഡൻറ്റ്, അത് സ്റ്റുഡൻറ്റിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് അവർ കണക്കാക്കുന്നത്. അത് എത്ര ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും അത് സ്റ്റുഡൻറ്റിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ജോബിൽ ലാൻഡ് ചെയ്യുക എന്നുള്ളത്. ഒരു ഫ്രഷർ സ്റ്റുഡൻറ്റ് ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് ശേഷം ഉള്ളൊരു ഫ്രഷർ ആവാം, ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് ശേഷമുള്ള ഫ്രഷർ ആവാം. നിങ്ങൾ ഇതിൽ 2 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ ഫോർ യു. മജോറിറ്റി സ്റ്റുഡൻസിനും പേരൻസിനും ഈ ഒരു അവയർനെസ് ഇല്ല. അവരുടെ ധാരണ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാവി സേഫ് ആണെന്നുള്ളതാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ റിയാലിറ്റി. സോ ഈ വീഡിയോ ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഗോൾ. സോ വിത്ത് ബെറ്റർ അവയർനെസ് വി ഹാവ് ബെറ്റർ ചോയ്സസ്. നമ്മൾ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ, ചിന്തിക്കാനെങ്കിലും കാരണമാകും. സോ ഗോയിങ് ടു ദ മെയിൻ ക്രക്സ് ഓഫ് ദിസ് വീഡിയോ, എങ്ങനെ ഒരു ഫ്രഷറിന് ഒരു ഫസ്റ്റ് ജോലി കണ്ടെത്താം. UK, കാനഡ, USA തുടങ്ങി ഏത് കൺട്രീസ് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെയുള്ള കമ്പനീസ് ഒക്കെ തന്നെ ഫ്രഷേഴ്സിനെയും അവർ ഹയർ ചെയ്യുന്നുണ്ട്. ബട്ട് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി വേറൊരു ഫോർമാറ്റിലാണ് ആസ് കമ്പയർഡ് ടു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്. സോ അതിനായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഗ്രാജുവേറ്റ്, ഫ്രഷ് ഗ്രാജുവേറ്റ് ആൻഡ് ഗ്രാജുവേറ്റ് റൊട്ടേഷണൽ പ്രോഗ്രാംസ്. ഈ പറഞ്ഞ 3 കീവേഡ്സ് ആണ് ലിങ്ക്ഡിനിലാണെങ്കിലും ഇനി ഇൻഡീഡിലാണെങ്കിലും മറ്റ് ജോബ് പോർട്ടൽസിലാണെങ്കിലും ഈവൻ കമ്പനീസിൻ്റെ വെബ്സൈറ്റ്സിലാണെങ്കിലും നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ടത്. ഈ പൊസിഷൻസ് വഴി കമ്പനീസ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലുക്കിംഗ് ഫോർ യങ് ടാലൻസ്. അവർക്ക് ഹയർ ചെയ്ത് ട്രെയിൻ ചെയ്യുകയും കോച്ച് ചെയ്യുകയും ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ മോൾഡ് ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സിനെയാണ് അവർ ഈ റോൾസിലേക്ക് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്താൽ പോലും അവർ ഈ പൊസിഷൻസിലേക്ക് മിക്കവാറും കേസിൽ അറ്റൻഡ് പോലും അവർ ചെയ്യുകയുണ്ടാവില്ല. ഗ്ലോബലി പ്രത്യേകിച്ച് US, കാനഡ പോലുള്ള കൺട്രീസിൽ ഈ പ്ലേസ്മെൻറ്റ് സൈക്കിൾ ടു ഗോ അപ് ടു 10 months, UK അപ് ടു 11 months വരെ പോകാം. നമുക്ക് ഗ്ലോബലി ഒരു 4 to 8 months ആണ് വെസ്റ്റേൺ കൺട്രീസിൽ ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കഴിയുന്നത്ര നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും ബെറ്റർ, ആസ് എയർലി ആസ് യു ക്യാൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് ഫൈനൽ ഇയർ ഓഫ് അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് സ്റ്റുഡൻറ്റ് ഫൈനൽ ഇയർ ഓഫ് മാസ്റ്റേഴ്സിലാണ്. ഇപ്പോൾ UK 1 year മാസ്റ്റേഴ്സെങ്കിൽ കയറുന്ന ആ ഒരു ടൈമിൽ തന്നെ ഒക്ടോബറിലാണ് സ്റ്റുഡൻറ്റ് അക്കാഡമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഗ്രാജുവേറ്റ് റൊട്ടേഷണൽ പ്രോഗ്രാമിന് അടുത്ത സെപ്റ്റംബറിലാണ് ഒരു കമ്പനി അവരെ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്. ഒരു സീരിയസ് ജോബ് ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ കമ്പനിയും ഇതിനു വേണ്ടി എടുക്കുന്ന, അതത് രാജ്യങ്ങളിൽ ഓരോ കമ്പനീസും ഇതിനു വേണ്ടി എടുക്കുന്ന പ്ലേസ്മെൻറ്റ് സൈക്കിള് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അതിനനുസരിച്ച് എപ്പോഴാണോ ഈ പോർട്ടൽസ് ഈ പറഞ്ഞ പൊസിഷൻസ് ഓപ്പണിങ് വരുന്നത് ടൈംലി തന്നെ അതിന് അപ്ലൈ ചെയ്യുക. ആ ഒരു ടൈം ഫ്രെയിം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് ഗെയിം ഓവർ. അതായത് ഫോർ എക്സാമ്പിൾ 10 മാസം മുമ്പ് അപ്ലൈ ചെയ്യേണ്ട ഒരു ജോബ് പോസ്റ്റിലേക്ക് നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. പിന്നെ നമ്മൾ കൈയിട്ട് കാലിട്ട് അടിച്ചിട്ട് ഒരു പ്രയോജനമില്ല. സോ കീപ്പ് ഇൻ മൈൻഡ്,
ഇത് നമ്മൾ സ്റ്റുഡൻറ്റ് തന്നെ വെൽ റിസർച്ച്ഡ് ആയിട്ട് നോക്കി ചെയ്യുകയാണെങ്കിൽ ഇത് കമ്പാരിറ്റീവ്ലി ഈസിലി പോസിബിൾ ആണ്. വൈ? ബിക്കോസ് മജോറിറ്റി സ്റ്റുഡൻസ് ഇതിനെപ്പറ്റി അവെയർ അല്ല. ഇനി അവെയർ ആവുന്ന സ്റ്റുഡൻസ് പോലും എല്ലാവരും ടൈമിലി ഇതിന് ആക്ട് ചെയ്യുന്നുമില്ല. മാസ്റ്റേഴ്സിനുള്ള ആപ്ലിക്കൻ്റ് ആണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രെസ് ചെയ്യും. അറ്റൻഡ് അവർ ഓവർസീസ് മാസ്റ്റർ ക്ലാസ്. സോ അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡഡ് ഉണ്ട്. സോ അതിൽ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് വേൾഡത്തെ ഹയറിംഗ് പാറ്റേൺസും എങ്ങനെ എത്ര ചലഞ്ചിങ് സിറ്റുവേഷൻസിലും ജോബ് മാർക്കറ്റിലും നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാം, എങ്ങനെ ഒരു നല്ല ജോബ്സിൽ എത്താം എന്നുള്ളതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോകുന്നതായിരിക്കും യൂസിങ് സിമ്പിൾ സ്ട്രാറ്റജീസ്. സോ അതിന് യു ക്യാൻ രജിസ്റ്റർ റൈറ്റ് നൗ. അതുപോലെ തന്നെ ഒരു 1-on-1 കൗൺസിലിംഗ് സെഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. യു ക്യാൻ ക്ലിക്ക് ഓൺ ഇറ്റ് ആൻഡ് രജിസ്റ്റർ ഫോർ ദാറ്റ് ഓൾസോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് on this video and subscribe this channel for more useful and valuable content like this.